മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. 2027 ജൂൺ 2 വരെ ശനി മീനത്തിൽ നിൽക്കുന്നതും അതിനുശേഷം മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും. 2025 ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ഏകദേശം 139 ദിവസത്തോളം ശനി വക്രഗതിയിൽ, അതായത് റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റത്തോടെ നിങ്ങൾ കണ്ടക ശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം വൃശ്ചികം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 3ഉം 4ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാശി മാറിയിരിക്കുന്നത് 5ാം ഭാവത്തിലേക്കാണ്. 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസത്തിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. IT, കമ്പ്യൂട്ടർ, എൻജിനീയറിംഗ് എന്നീ ഫീൽഡിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും. സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും. സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും. 5ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അത് ചില സമയത്ത് അല്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം. 3ാം ഭാവത്തിൻ്റെ അധിപനാണ് ശനി. ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ സുദൃഢത ഉണ്ടാകുന്നതായിരിക്കും. കുടുംബസ്വത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും. ശനി നിങ്ങളുടെ 4ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നും നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും. മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് 7ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വലുതാക്കി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കരുത്. ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർ അത് പാർട്ട്ണർഷിപ്പിൽ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നേരത്തെ മുതൽ പാർട്ട്ണർഷിപ്പിലുള്ളവർ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളും മറ്റും ഒത്തൊരുമിച്ച് ചെയ്യുന്നത് ശുഭകരമായിരിക്കും. ശനിയുടെ 7ാം ദൃഷ്ടി 11ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഓഫീസിൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. സഹപ്രവർത്തകരുമായി വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ചിലവുകൾ കുറയ്ക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ശനി ലക്ഷ്മി ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഇൻകം ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അത് ബുദ്ധിപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ. അങ്ങനെ ചെയ്യുന്ന പക്ഷം പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതല്ലായിരിക്കും. ശനിയുടെ 10ാം ദൃഷ്ടി 2ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട്. അതിനാൽ ശനിയുടെ ദൃഷ്ടി കുറച്ചൊക്കെ ന്യൂട്രലാകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായിക്കുന്നതായിരിക്കും. കുടുംബത്തും എന്തെങ്കിലും കലഹങ്ങളോ പ്രശ്നങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. അല്ലാത്ത പക്ഷം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്.
കണ്ടകശനിയുടെ സമയം കഴിഞ്ഞിരിക്കുന്നതിനാൽ നേരത്തെ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നിരുന്നു എങ്കിൽ ഈ സമയത്ത് അതൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നിരാശപ്പെടാതെ നന്നായി പരിശ്രമം ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതുമായിരിക്കും. ഇതാണ് ശനിയുടെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.